സ്റ്റുഡൻസ് വെൽക്കം ടു എ സ്റ്റഡി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രയൽസ് ആൻഡ് ട്രിയാംസ് എന്നുള്ള ഫസ്റ്റ് യൂണിറ്റിലെ തേർഡ് ചാപ്റ്ററാണ്. ഇറ്റ് ഈസ് എ ഡ്രാമാറ്റിക് സ്പീച്ച്. ഡ്രാമാറ്റിക് സ്പീച്ച് മീൻസ് പെർട്ടിക്കുലർലി ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് drama or poetry refers to a long uninterrupted speech delivered by a character, often revealing their thoughts, feelings and motivations to either another character or the audience. ഒരു ഡ്രാമാറ്റിക് സ്പീച്ച് എന്ന് വെച്ചാൽ നോർമലി ഒരു ഡ്രാമയിലോ അല്ലെങ്കിൽ പോയട്രിയിലോ വരുന്നൊരു കോണ്ടെക്സ്റ്റ് ആണ്. അതെന്ന് വെച്ചാൽ ലോങ് ആയിരിക്കും, ഒരു സ്പീച്ച് പോലെ ആയിരിക്കും. അത് ഈ ഡ്രാമയിലോ അല്ലെങ്കിൽ പോയട്രിയിലോ ഉള്ള ആ ക്യാരക്ടർ, അതിനുള്ളിലുള്ള ആ ക്യാരക്ടർ അവരുടെ തോട്ട്സും ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ബാക്കിയുള്ള ക്യാരക്ടറിനോടോ അല്ലെങ്കിൽ വായിക്കുന്ന ഓഡിയൻസോ അല്ലെങ്കിൽ കാണുന്ന ഓഡിയൻസിനോടോ വേണ്ടി പറയുന്ന ഒരു സ്പീച്ചാണ് ഡ്രാമാറ്റിക് സ്പീച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമാൻ എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയർ വാസ് ബോൺ ഇൻ സ്റ്റാറ്റ്ഫോർഡ് അപ്പോൺ എവൻ, ഇംഗ്ലണ്ടിലാണ് ജനിച്ചിട്ടുള്ളത്. ഹി വാസ് എ പോയറ്റ്, പ്ലേ റൈറ്റർ ആൻഡ് ആക്ടർ ആൻഡ് ഈസ് നോൺ ആസ് ബാർഡ് ഓഫ് എവൻ, ഇംഗ്ലണ്ട്സ് നാഷണൽ പോയറ്റ്. ബാർഡ് എന്ന് വെച്ചാൽ പോയറ്റ്. ഓക്കെ. His extant works consist of 38 plays, 154 sonnets and 3 long narrative poems. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള വർക്കുകൾ എന്ന് പറഞ്ഞാൽ 38 പ്ലേസ് ഉണ്ട്, അതുപോലെ തന്നെ 184 സോണറ്റ് എന്ന് വെച്ചാൽ ലഘുകാവ്യം. ഓക്കെ. ആൻഡ് 3 ലോങ് നെറേറ്റീവ് പോംസ് ഉണ്ട്. ഹി ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് 4 ഗ്രേറ്റ് ട്രാജഡീസ്, ഹാംലെറ്റ്, ഒതെല്ലോ, ലിയർ ആൻഡ് മാക്ബെത്ത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയപ്പെടുന്ന വർക്ക്സ് ആണത്. ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. Let's read and enjoy. When William Shakespeare's well-known history play Julius Caesar opens, Caesar is one of the triumvirs who ruled Rome. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എന്നുള്ള പ്ലേയിൽ സീസറാണ് അതിൽ ഭരിക്കുന്ന മൂന്ന് ഭരണാധികാരികളുണ്ട്. അതിൽ റോം ഭരിക്കുന്ന ഒരു ഭരണാധികാരി സീസറാണ്. ഓക്കെ. ട്രൈംവിറസ് എന്ന് വെച്ചാൽ 3 പേരുടെ ഭരണം എന്നാണ്. He is assassinated in the capital by a band of conspirators led by his bosom friend Brutus. സീസറിൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള നമ്മുടെ ബ്രൂട്ടസിൻ്റെ നേതൃത്വത്തിൽ ഗൂഢാലോചനക്കാരുടെ ഒരു സംഘം അദ്ദേഹത്തെ തലസ്ഥാനത്ത് വെച്ച് വധിക്കുകയാണ് ഈ ജൂലിയസ് സീസറിൽ. ഓക്കെ. ആഫ്റ്റർ ദിസ് ബ്രൂട്ടസ് എക്സ്പ്ലെയിൻസ് ദ റീസൺ ഓഫ് ദി ആക്ട് ഇൻ എ ഷോർട്ട് ബട്ട് എഫക്റ്റീവ് സ്പീച്ച് ദാറ്റ് അപ്പിയേഴ്സ് ടു കൺവിൻസ് ദ റോമൻ സിറ്റിസൻസ്. അതിനുശേഷം ബ്രൂട്ടസ് ചെയ്ത ഈ പ്രവൃത്തിനെ കുറിച്ച് ബ്രൂട്ടസ് റോമൻ സിറ്റിസൺസിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ടും ചെറുതും അതുപോലെ തന്നെ ഭയങ്കര ഫലപ്രദവുമായിട്ടുള്ളൊരു പ്രസംഗം ബ്രൂട്ടസ് നടത്തുകയാണ് ഈ അദ്ദേഹത്തെ കൊന്നതിന് ശേഷം, സീസറിനെ കൊലപ്പെടുത്തിയതിന് ശേഷം. മാർക്ക് ആന്റണി, Caesar's friend, seeks Brutus' permission to render a funeral elongi speech ടു സീസർ. അപ്പോൾ മാർക്ക് ആൻ്റണി, സീസറിൻ്റെ ഫ്രണ്ടായിട്ടുള്ള മാർക്ക് ആൻ്റണി ബ്രൂട്ടസിനോട് അനുവാദം ചോദിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട് അനുവാദം ചോദിക്കുന്നത്? ഈ സീസറിൻ്റെ ഫ്യൂണറൽ സെറിമണിയിൽ സ്പീച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ബ്രൂട്ടസ് എഗ്രീസ്. ബ്രൂട്ടസ് അതിന് സമ്മതിക്കുകയാണ്. ആൻ്റണീസ് മാസ്റ്റർഫുൾ ഒറേഷൻ എക്സ്പെർട്ട്ലി മാനിപ്പുലേറ്റ്സ് ദി ഇമോഷൻ ഓഫ് ദി ക്രൗഡ്. ആൻ്റണിയുടെ ഈ മാസ്റ്റർഫുൾ ആയിട്ടുള്ള പ്രസംഗം ജനക്കൂട്ടത്തിൻ്റെ വികാരങ്ങളെ വിദഗ്ധമായി കൈകാര്യം ചെയ്തു. അതായത് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇമോഷൻസ് ഉണ്ടാക്കി. He persuades them to believe that Brutus and the conspirators have selfish motive and the crowd wants to avenge Caesar's murder. ബ്രൂട്ടസിനും അതുപോലെ തന്നെ ഈ ഗൂഢാലോചനക്കാർക്കും സ്വാർത്ഥ ലക്ഷ്യമുണ്ടെന്ന് മാർക്ക് ആൻ്റണി ഈ ജനങ്ങളെ വിശ്വസിപ്പിച്ചു. അതിനുശേഷം സീസറിൻ്റെ കൊലപാതകത്തിന് പേരിൽ ഈ ജനക്കൂട്ടം പ്രതികരിക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ. ഹിയർ ഈസ് എൻ എക്സ്ട്രാക്ട് ഫ്രം ആൻ്റണീസ് ഒറേഷൻ, ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സ്പീച്ച് ഡ്യൂറിങ് വിച്ച് ദി മോബ് ഹാസ് ബിഗെയിൻ ടു ചേഞ്ച് ദെയർ മൈൻഡ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ആൻ്റണിയുടെ ഒറേഷൻ എന്ന് വെച്ചാൽ പ്രസംഗമാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ നമ്മൾ ഈ സ്റ്റോറിയിൽ പഠിക്കുന്നത്. ഡ്യൂറിങ് വിച്ച് ദ മോബ് ബിഗെയിൻ ടു ചേഞ്ച് ദെയർ മൈൻഡ്. ഈ സ്പീച്ച് കേട്ടതിന് ശേഷമാണ് ആൾക്കൂട്ടത്തിൻ്റെ മനസ്സിന് മാറ്റങ്ങൾ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ആ സ്പീച്ചാണ് നമ്മൾ ഈ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമാൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സിറ്റുവേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കണേ.
മോസ്റ്റ് ഓഫ് ദി ലൈൻസ് ഇൻ ഷേക്സ്പിയേഴ്സ് പ്ലേസ് ആർ ഇൻ ബ്ലാങ്ക് വേഴ്സ്. ഈ ഷേക്സ്പിയറിൻ്റെ അധികവും എല്ലാ പ്ലേകളിലും നമുക്ക് കാണാൻ പറ്റുന്നത് ബ്ലാങ്ക് വേഴ്സ് ആണ്. ബ്ലാങ്ക് വേഴ്സ് ഈസ് അൺറൈംഡ് ബട്ട് മീട്രിക്കൽ. ബ്ലാങ്ക് വേഴ്സ് എന്ന് വെച്ചാൽ റൈംസ് ഒന്നും ഫോളോ ഉണ്ടാവില്ല, ഓക്കെ, റിതംസ് ഒന്നും ഫോളോ ചെയ്യുന്നുണ്ടല്ല, ബട്ട് മീട്രിക്കൽ ആണ്. മീട്രിക്കൽ എന്ന് വെച്ചാൽ ഇൻ പോയട്രി മീട്രിക്കൽ റിഫേഴ്സ് ടു ദി റിതം ഓഫ് എ പോയം, സ്പെസിഫിക്കലി ദ അറേഞ്ച്മെന്റ് ഓഫ് സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് സിലബിൾസ് ഇൻ എ ലൈൻ വിച്ച് ക്രിയേറ്റ്സ് എ റിപ്പീറ്റിംഗ് പാറ്റേൺ കാൾഡ് മീറ്റർ. അതായത് ഒരു കവിതയിൽ മീട്രിക്കൽ എന്ന ഒരു കവിതയുടെ താളത്തെ സൂചിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു വരിയിൽ സ്ട്രെസ് ചെയ്യേണ്ടതും സ്ട്രെസ് ചെയ്യാൻ പറ്റാത്തതുമായ അക്ഷരങ്ങളുടെ ക്രമീകരണമാണ് ഇത് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമാൻ ബൈ വില്യം ഷേക്സ്പിയർ. Friends, Romans, countrymen, lend me your ears. I came to bury Caesar, not to praise him. സുഹൃത്തുക്കളെ, റോമക്കാരെ, നാട്ടുകാരെ ഇങ്ങനെ വിളിച്ചിട്ടാണ് തുടങ്ങുന്നത്. ലെൻഡ് മീ യോർ ഇയേഴ്സ്. ലെൻഡ് മീ യോർ ഇയേഴ്സ് എന്നുള്ളതൊരു ഫിഗറേറ്റീവ് എക്സ്പ്രഷനാണ്, വിച്ച് മീൻസ് പേ അറ്റൻഷൻ ഓർ ലിസൺ കെയർഫുള്ളി. ശ്രദ്ധിക്കൂ എന്നൊക്കെയാണ് വേർഡിൻ്റെ മീനിങ് വരുന്നത് കേട്ടോ. ഐ കെയിം ടു ബറി സീസർ നോട്ട് ടു പ്രേസ് ഹിം. ഞാൻ സീസറിനെ സംസ്കരിക്കാൻ വന്നതാണ്, അല്ലാതെ അദ്ദേഹത്തെ പുകഴ്ത്താനല്ല. പ്രേസ് എന്ന് വെച്ചാൽ പുകഴ്ത്തുക എന്നാണ് കേട്ടോ മീനിങ് വരുന്നത്. ബറി എന്ന് ഉള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് സംസ്കരിക്കുക. ഓക്കെ. ദ ഈവിൽ ദാറ്റ് മാൻ ഡു ലീവ്സ് ആഫ്റ്റർ ദെം. മനുഷ്യർ ചെയ്യുന്ന തിന്മകൾ അവർ മരിച്ചതിന് ശേഷവും ജീവിക്കുന്നു. ദ ഗുഡ് ഈസ് ഓഫ്റ്റ് ഇൻഡേർഡ് വിത്ത് ദെയർ ബോൺസ്. നന്മ പലപ്പോഴും അവരുടെ അസ്ഥികൾക്കൊപ്പം കുഴിച്ചു മൂടപ്പെടുന്നു. ഇതിൽ കാണുന്ന ഈ ഓഫ്റ്റ് എന്നുള്ള ടേം ആക്കിക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. ഓഫൺ എന്നുള്ള ടേമിന് ആക്കിക്കായിട്ട് പുരാതനമായിട്ട് യൂസ് ചെയ്തിരുന്ന വേർഡാണ് ഓഫ്റ്റ് എന്നുള്ളത്. ഓക്കെ, ഓഫൺ നമ്മൾ OFTEN എന്നുള്ള ടേമിന് പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന വേർഡാണ് ഓഫ്റ്റ്. ഓക്കെ. ഇൻറ്റേർഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് സംസ്കരിക്കുക എന്നാണ്. അപ്പോൾ ഈ ലൈൻസിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അയാൾ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ആരും ഓർക്കില്ല. ചീത്ത കാര്യങ്ങൾ ആര് മരിച്ചാലും അവർ ചെയ്തു കഴിഞ്ഞ ചീത്ത കാര്യങ്ങൾ എന്നും ആളുകളുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഇവിടെ ഇത് ഉദ്ദേശിക്കുന്നത് സീസർ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ഓർക്കാതെ ബ്രൂട്ടസ് പറഞ്ഞ ചീത്ത കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിൽ ഇട്ടു എന്നുള്ളത് രീതിയിലാണ്. ഓക്കെ, അത് പറയാതെ പറയുന്ന ഒരു രീതിയിലാണ് നമ്മൾ ആൻ്റണി എക്സ്പ്രസ് ചെയ്യുന്നത് ആ വേർഡ്സ്. സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ. അപ്പോൾ സീസറിൻ്റെ കാര്യത്തിലും അതങ്ങനെ ആവട്ടെ. അതായത് സീസർ ചെയ്ത നല്ല കാര്യങ്ങൾ എല്ലാവരും മറക്കുന്നുണ്ട്, ചീത്തത് നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊരു ആക്കി സംസാരമാണ് കേട്ടോ അവിടെ. ദ നോബിൾ ബ്രൂട്ടസ് ഹാത്ത് ടോൾഡ് യു സീസർ വാസ് ആംബിഷ്യസ്. അപ്പോൾ ഇവിടെ മാർക്ക് ആൻ്റണി ബ്രൂട്ടസിനെ അഡ്രസ്സ് ചെയ്യുന്നത് നോബിൾ ബ്രൂട്ടസ് എന്ന് വിളിച്ചിട്ടാണ്. ഓക്കെ. ഹാത്ത് എന്നുള്ള ടേം ഒരു ആർക്കേക്ക് ഫോമാണ്. ആർക്കേക്ക് ഫോം എന്ന് വെച്ചാൽ പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്ന വേർഡാണ്. ഹാത്ത് ഡിനോട്ട് ചെയ്യുന്നത് ഹാവ് എന്നുള്ള ടേമാണ് കേട്ടോ. സീസർ അംബീഷ്യസ് ആണ് എന്ന് മാന്യനായ ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് മീനിങ് വരുന്നത്. ഇഫ് ഇറ്റ് വാസ് സോ ഇറ്റ് വാസ് എ ഗ്രീവിയസ് ഫോൾട്ട്. ഗ്രീവിയസ് ഫോൾട്ട് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഗുരുതരമായ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ഗുരുതരമായ തെറ്റാണെന്നാണ് ആൻ്റണി പറയുന്നത് കേട്ടോ. ആൻഡ് ഗ്രീവിയസ്ലി ഹേറ്റ് സീസർ ആൻസേർഡ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ അതിന് സീസർ മറുപടി കൊടുത്തിട്ടുമുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ ഒരു ഭയങ്കര ഗുരുതരമായ തെറ്റ് സീസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഇപ്പോൾ സീസറിന് കിട്ടിയിട്ടുണ്ട്. അതായത് സീസർ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡബിൾ മീനിങ് ആയിട്ട് പറയണം. ഹിയർ അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് ആൻഡ് ദി റെസ്റ്റ്, ഫോർ ബ്രൂട്ടസ് ഈസ് എ ഹോണറബിൾ മാൻ. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രൂട്ടസും അതുപോലെ തന്നെ അവരുടെ അനുയായികളും ബാക്കിയുള്ള ആളുകളും അവർ ഇയാൾക്ക് സ്റ്റേജ് കൊടുത്തല്ലോ, അതായത് ആൻ്റണിക്ക് സംസാരിക്കാനൊരു സമയം കൊടുത്തല്ലോ. അപ്പോൾ അതിന് പറയാണ് കേട്ടോ, അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് ആൻഡ് ദി റെസ്റ്റ്, ഫോർ ബ്രൂട്ടസ് ഈസ് എ ഹോണറബിൾ മാൻ. അങ്ങനെ ഒരു സമയം തന്നിട്ടുണ്ടെങ്കിൽ അത് ബ്രൂട്ടസ് ഒരു മാന്യനായ മനുഷ്യനായതുകൊണ്ടാണ്. ഇവിടെ ബ്രൂട്ടസിനെ എന്താ പറയുക, വീണ്ടും മാന്യൻ എന്നൊക്കെ വിളിച്ചിട്ട് ലൈക്ക് ഒരു ഉള്ളിലൊരു മീനിങ് വെച്ചിട്ടുള്ള സംസാരമാണ് ആൻ്റണി സംസാരിക്കുന്നത്. സോ ആർ ദേ ഓൾ ഹോണറബിൾ മാൻ. അതുപോലെ അവരെല്ലാവരും മാന്യരായ മനുഷ്യരാണ്. അപ്പോൾ വീണ്ടും മാന്യരായ മനുഷ്യരാണെന്ന് ഇവരെ പറയാണ്. കാരണം ഇവർ മാന്യരായ മനുഷ്യരാണ് എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരാണ് ഇപ്പോൾ സീസറിനെ വധിച്ചിട്ട് സീസറിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ശരിക്കുള്ള മാന്യത എന്താണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് ഇവർ മാന്യരാണ് എന്ന് എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ. പിന്നെ ആൻ്റണി പറയാണ്, കം
ഐ സ്പീക്ക് ഇൻ സീസേഴ്സ് ഫിനറൽ. വരൂ, ഞാൻ സീസറിൻ്റെ സംസ്കാരത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഇനിയാണ് ആൻ്റണി എല്ലാതും തുറന്നു പറയുന്നത്. ഓക്കെ. ഹി വാസ് മൈ ഫ്രണ്ട്, ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ. അവൻ എൻ്റെ വിശ്വസ്തനും അതുപോലെ തന്നെ നീതിമാനുമായിട്ടുള്ളൊരു സുഹൃത്തായിരുന്നു. സീസറിനെ കുറിച്ച് പറയണേ. ബട്ട് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ്. പക്ഷെ ബ്രൂട്ടസ് എന്താണ് പറയുന്നത്? അവൻ അതിമോഹിയായിരുന്നു എന്നാണ് ബ്രൂട്ടസ് പറയുന്നത്. ആൻഡ് ബ്രൂട്ടസ് ഈസ് എ ഹോണറബിൾ മാൻ. വീണ്ടും പറയാണ്, പക്ഷേ ബ്രൂട്ടസ് ഒരു മാന്യനായ വ്യക്തിയാണെന്ന്. ഇവിടെ ആൻ്റണി പ്രത്യക്ഷത്തിൽ ബ്രൂട്ടസ് മാന്യനാണെന്ന് പറഞ്ഞിട്ട് ബ്രൂട്ടസിൻ്റെ തെറ്റുകൾ കാണിക്കുകയാണ് കേട്ടോ. ഹി ഹേത്ത് ബ്രോട്ട് മെനി ക്യാപ്റ്റീവ് ഹോം ടു റോം. അവൻ നിരവധി തടവുകാരെ റോമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ക്യാപ്റ്റീവ് എന്നുള്ള ടേമിൻ്റെ മീനിങ് തടവുകാരെന്നാണ് കേട്ടോ. പിന്നെ ഇവിടെ ഹി എന്ന് പറയുന്നത് സീസറിനെയാണ് കേട്ടോ. സീസർ കുറേ തടവുകാരെ റോമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാണ്. ഹൂസ് റാൻസം ഡിഡ് ദ ജനറൽ കോഫേഴ്സ് ഫിൽ. ഈ ലൈനിൽ റാൻസം എന്നുള്ള ടേമിൻ്റെ മീനിങ് മറുവില, അതായത് തടവുകാരെ മോചിപ്പിക്കുന്നതിന് പണമായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ആവശ്യപ്പെടും. അതിന് കൊടുക്കുന്ന ആ വിലക്കാണ് റാൻസം എന്ന് പറയുന്നത്. പിന്നെ കോഫേഴ്സ് എന്ന് വെച്ചാൽ ഖജനാവ്. അപ്പോൾ എന്താ പറയുന്നത്? റോമിലെ ഖജനാവ് നിറച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ക്യാഷ് കൊണ്ടാണ്, റാൻസം ക്യാഷ് കൊണ്ടാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡിഡ് ദിസ് ഇൻ സീസർ സീംസ് അംബീഷ്യസ്. ഇത് സീസർ ചെയ്തതുകൊണ്ടാണോ സീസർ അംബീഷ്യസ് ആണ്, അതിമോഹിയാണ് എന്ന് പറയുന്നത്? അതായത് സീസർ കാരണമാണ് ഖജനാവ് നിറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സീസറിനെയാണോ നിങ്ങൾ അതിമോഹി എന്ന് പറയുന്നത്? വെൻ ദാറ്റ് ദ പുവർ ഹാവ് ക്രൈഡ് സീസർ ഹേത്ത് വെപ്റ്റ്. ദരിദ്രരായിട്ടുള്ള ആളുകൾ കരഞ്ഞപ്പോൾ, പുവറായിട്ടുള്ള വ്യക്തികളൊക്കെ കരഞ്ഞപ്പോൾ സീസറും അതിൻ്റെ കൂടെ കരഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വെപ്റ്റ് മീൻസ് കരഞ്ഞു. ആംബിഷ്യൻ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റേർണർ സ്റ്റഫ്. അതായത് സാധാരണ ഈ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ളവർ, അതായത് അതിമോഹികളായിട്ടുള്ളവർ ഭയങ്കര കഠിന ഹൃദയരാണ്. സ്റ്റേർണർ എന്ന് വെച്ചാൽ കഠിനമായിട്ടുള്ള, ഓക്കെ, കഠിന ഹൃദയരായിരിക്കും. പക്ഷെ സീസർ ഒരു വ്യക്തി കരയുമ്പോൾ കൂടെ കരയാറുണ്ടെന്ന് പറഞ്ഞല്ലോ. യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ്. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു അദ്ദേഹം ഭയങ്കര അതിമോഹിയായിരുന്നു എന്നുള്ളത്. ഓക്കെ. ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഹോണറബിൾ മാൻ. വീണ്ടും പറയാണ് ബ്രൂട്ടസ് ഒരു മാന്യനായ വ്യക്തിയാണ്. ബ്രൂട്ടസിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും ബാഡായിട്ട് ഒരു വ്യക്തിനെ കുറിച്ച് പറഞ്ഞ, നല്ലൊരു വ്യക്തിനെ കുറിച്ച് ഇത്രയും മോശമായിട്ട് പറഞ്ഞ ബ്രൂട്ടസ് ആണ് മാന്യൻ എന്നുള്ള രീതിയിൽ. You all did see that on the Lupercal I twice presented him a kingly crown. നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ? ലൂപ്പർകോൾ എന്ന് വെച്ചാൽ ഈ ഫെബ്രുവരി 15 നമ്മളുടെ റോമിൽ നടക്കുന്നൊരു വർഷം തോറും നടക്കുന്നൊരു ഉത്സവമാണ് ഈ ലൂപ്പർകോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഉത്സവത്തിൽ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? ഞാൻ 3 തവണ അദ്ദേഹത്തിന് രാജകീയ കിരീടം പ്രസൻറ്റ് ചെയ്തു. വിച്ച് ഹി ഡിഡ് ട്വൈസ് റിഫ്യൂസ്ഡ്. വാസ് ദിസ് ആംബിഷ്യൻ. അത് 3 തവണയും അദ്ദേഹം, അതായത് സീസർ നിരസിച്ചു. റിഫ്യൂസ് എന്ന് വെച്ചാൽ നിരസിക്കുക. വാസ് ദിസ് അംബീഷ്യസ്. എന്നിട്ട് ആന്റണി ജനങ്ങളോട് ചോദിക്കുകയാണ്, ഇതാണോ അതിമോഹം എന്നുള്ളത്. യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ്. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു അദ്ദേഹം അതിമോഹിയാണെന്നുള്ളത്. അതായത് ഈ ക്രൗണൊക്കെ സമ്മാനിച്ചൊരു വ്യക്തി അത് റിഫ്യൂസ് ചെയ്ത്, അത് വേണ്ട എന്ന് പറഞ്ഞ ആ വ്യക്തിനെ ബ്രൂട്ടസ് സംബോധന ചെയ്തത് അദ്ദേഹം ഒരു അതിമോഹിയാണ് എന്നുള്ള രീതിയിലാണ്. ആൻഡ് ഷുവർ ഹി ഈസ് ആൻ ഓണറബിൾ മാൻ. വീണ്ടും ബ്രൂട്ടസിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും പറയാണ് ബ്രൂട്ടസ് ആണ് മാന്യൻ. ഐ സ്പീക്ക് നോട്ട് ടു ഡിസ്പ്രൂവ് വാട്ട് ബ്രൂട്ടസ് സ്പോക്ക്. ഞാനിവിടെ സംസാരിക്കുന്നത് ബ്രൂട്ടസ് പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാനല്ല. ഡിസ്പ്രൂവ് മീൻസ് തെറ്റാണെന്ന് തെളിയിക്കുക. ഓക്കെ, ബ്രൂട്ടസ് പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത് എന്ന് ആന്റണി പറയാണ്. ബട്ട് ഹിയർ ഐ ആം ടു സ്പീക്ക് വാട്ട് ഐ ഡു നോ. പക്ഷേ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുകയാണെന്നാണ് മാർക്ക് ആന്റണി ഇവിടെ പറയുന്നത്. യു ഓൾ ഡിഡ് ലവ് ഹിം വൺസ്, നോട്ട് വിതൗട്ട് കോസ്. നിങ്ങളെല്ലാവരും ഒരു കാരണമില്ലാണ്ട് സീസറിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. വാട്ട് കോസ് വിത്ത് ഹോൾസ് യു ദെൻ ടു മോൺ ഫോർ ഹിം. വിത്ത് ഹോൾസ് എന്നുള്ള ടേമിൻ്റെ മീനിങ് തടസ്സം. അപ്പോൾ പിന്നെ എന്ത് തടസ്സമാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ടു മോൺ ഫോർ ഹിം. മോൺ മീൻസ് വിലപിക്കുക. അപ്പോൾ മാർക്ക് ആന്റണി ജനങ്ങളോട് ചോദിക്കുകയാണ്, ഇങ്ങനൊരു നല്ലൊരു വ്യക്തി മരിച്ചു കിടക്കുമ്പോൾ എന്ത് കാരണമാണ് നിങ്ങൾക്കുള്ളത്? ദുഃഖിക്കാതിരിക്കാൻ എന്ത് കാരണമാണ് നിങ്ങൾക്കുള്ളത്? അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തി മരിച്ചു കിടക്കുമ്പോൾ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ദുഃഖിക്കാതിരിക്കുന്നത് എന്നാണ് ആന്റണി ചോദിക്കുന്നത്. ഓ ജഡ്ജ്മെന്റ്, ദോ ആർട്ട് ഫ്ലെഡ് ടു ബ്രൂട്ടിഷ് ബീസ്റ്റ്. ദോ, ഓ ജഡ്ജ്മെന്റ്, ഓ വിധിയെ എന്ന് വിളിക്കുകയാണ്. ദോ ആർട്ട് എന്നുള്ള ടേം ഈസ് ആൻ ആർക്കൈക് ഇംഗ്ലീഷ് ഫ്രേസ് ദാറ്റ് മീൻസ് യു ആർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഫ്ലെഡ് ടു ബ്രൂട്ടിഷ് ബീസ്റ്റ്.
നിങ്ങളൊക്കെ ക്രൂരമായ മൃഗങ്ങളായി മാറി എന്നാണ് പറയുന്നത്. ബ്രൂട്ടിഷ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ക്രൂരമായ, ബീസ്റ്റ് എന്ന് വെച്ചാൽ മൃഗം. ആൻഡ് മെൻ ഹാവ് ലോസ് ദെയർ റീസൺ, ബിയർ വിത്ത് മീ. എന്നിട്ട് പറയാണ്, മനുഷ്യർക്ക് അവരുടെ ബുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബിയർ വിത്ത്, എന്നോട് പൊറുക്കുക എന്നാണ് ബിയർ വിത്ത് മീ എന്നുള്ള ടേമിൻ്റെ മീനിങ്. മൈ ഹേർട്ട് ഈസ് ഇൻ ദി കോഫിൻ ദ വിത്ത് സീസർ. കോഫിൻ മീൻസ് ശവപ്പെട്ടി. ഹൃദയം സീസറിനൊപ്പം ഈ ശവപ്പെട്ടിയിലാണ്. ആൻഡ് ഐ മസ്റ്റ് പോസ്റ്റ് ടിൽ ഇറ്റ് കം ബാക്ക് ടു മീ. അപ്പോൾ എൻ്റെ ഹൃദയം തിരിച്ച് എന്നിലോട്ട് വരുന്നവരെ ഞാൻ ഈ സംസാരം ഇവിടെ നിർത്തുകയാണ് എന്ന് പറയാണ്. ഇതാണ് കേട്ടോ മാർക്ക് ആൻ്റണിയുടെ സ്പീച്ചിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇത്രയാണുള്ളത്. അദ്ദേഹത്തിൻ്റെ വിഷമം കടിച്ചമർത്തിക്കൊണ്ട് പറയാണ്. സീസർ മരിച്ച ആ ദുഃഖം അദ്ദേഹം അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് എത്രത്തോളം അതിൽ വിഷമമുണ്ട് ഒരു ഫ്രണ്ട് മരിച്ചപ്പോൾ എന്നുള്ളത് അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമാൻ എന്നുള്ള ചാപ്റ്റർ. മാർക്ക് ആൻ്റണിയുടെ ഈ സ്പീച്ച് കേട്ടതിന് ശേഷമാണ് ജനങ്ങൾക്ക് സീസറിനോടുള്ള സ്നേഹം തിരിച്ചു വരുന്നതും ബ്രൂട്ടസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രവൃത്തിനോട് വെറുപ്പും അതുപോലെ തന്നെ ബ്രൂട്ടസിനോട് ദേഷ്യമൊക്കെ വരുന്നത് ഈ ഒരു സ്പീച്ചിന് ശേഷമാണ് കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.